അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മൂന്നാർ യാത്ര പോയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് റോഡിൽ വെച്ച് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. ആലപ്പുഴയിൽ നിന്നും നേരെ മൂന്നാറിലോട്ടാണ് പോയത്. കുറേ ഭാഗം എത്തുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഏകദേശം മൂന്നാർ എടുക്കാറായപ്പോൾ ഉള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ട, മൂന്നാറിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മൂന്നാറിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കത്തില്ല. അത്രയ്ക്ക് ശോകമാണ്. കണ്ടു നോക്കിക്കേ, മണിക്കൂർ കണക്കിനാണ് നമ്മൾ റോഡരികിൽ ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. കണ്ട, എത്ര മണിക്കൂറാണെന്നറിയാം. ഓരോരുത്തരുടെയും അശ്രദ്ധയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഒന്നാമത് റോഡിന് വീതി കുറവാണ്. പിന്നെ മുമ്പത്തെ റോഡ് ഇതിനെക്കാട്ടി കൊള്ളാത്ത റോഡായിരുന്നു കേട്ടോ. ഇപ്പൊ നല്ല റോഡൊക്കെയാണ്, പക്ഷെ വീതി കുറവ് എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ വീതി കുറവ് ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. കാരണം കുഞ്ഞു റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വണ്ടികൾ വരുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടിച്ചു പോകാം, ഒരഞ്ഞ് പോകാം, അങ്ങനത്തെ ഒരവസ്ഥയാണ്. കൂടുതലും കൊക്കയൊക്കെയാണ്. അപ്പൊ നമ്മള് റോഡിനും ഇച്ചിരി വീതി കൂടുതലുള്ളത് നല്ലതായിരിക്കും. ഇനിയെങ്കിലും റോഡ് പണിയുമ്പം അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുക. ഇതാണ് മൂന്നാർ പോകുമ്പോഴുള്ള അവസ്ഥ. എത്ര മണിക്കൂറാണെന്നറിയാം റോഡരികിൽ ഇങ്ങനെ കിടക്കുന്നത്. മനുഷ്യൻ മടുത്തു പോകും. മൂന്നാറൊക്കെ എന്ന് കേൾക്കുമ്പോ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കൂടിയല്ലേ വരുന്നത്. പക്ഷെ മനസ്സ് മടുത്തിട്ട് തിരിച്ചു പോകാൻ തോന്നും. തിരിച്ചു പോകാൻ പറ്റുമോ? എനിക്ക് എത്ര പ്രാവശ്യം തോന്നിയെന്നറിയാം, നാശം വരണ്ടയില്ലായിരുന്നു തിരിച്ചു പോകാൻ. ഇത് തിരിച്ചും പോകാൻ പറ്റത്തില്ല. അങ്ങോട്ടും ബ്ലോക്കാണ്, ഇങ്ങോട്ടും ബ്ലോക്കാണ്. നോക്കിക്കേ, കൂടുതൽ പേർക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല. ആ ഗണേഷ് കുമാർ സാറ് പറഞ്ഞത് എത്രയോ സത്യമാണ്. ചുമ്മാ അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു വിട്ടേക്കുക. അത് കാരണം കൊണ്ട് കയറ്റി വെച്ചേക്കുന്നു. ഒന്നെങ്കിൽ ഒന്നിന്റെ പുറത്ത് കൊണ്ട് ഇടിപ്പിക്കും. അപ്പൊ റോഡിൽ കിടന്ന് കൂട്ട വഴക്കാണ്. ആരും ക്ഷമിക്കാൻ തയ്യാറല്ല. എന്ത് പറയാനാണ്? നോക്കിക്കേ, കണ്ട, ഞങ്ങള് 2 വീലർ ആയോണ്ട് ഇടയിൽ കൂടെ ഒക്കെ കയറ്റിയൊക്കെ ഒരുവിധമൊക്കെ ആയി. വലിയ വണ്ടിയായിട്ട് വരുന്നവർ പെട്ടുപോകുന്ന അവസ്ഥയാണ്. നിങ്ങൾ 1 ഡേ ട്രിപ്പിനൊക്കെ വരുന്നവർ ഒരിക്കലും ഇങ്ങനെ വരരുത് കേട്ടാ. കാരണം നിങ്ങളുടെ ആയുസ് മൊത്തം ഇവിടെ തീരും. 3 ദിവസമെങ്കിലും പിടിക്കും ഈ ട്രാഫിക് കിടന്നൊന്ന് മൂന്നാറെത്താൻ. മൂന്നാറ് കാണാന്നുള്ള മോഹം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്റെ പൊന്നോ. പിന്നെ കൂടാതെ കുഞ്ഞു റോഡാണ്. 2 സൈഡിൽ നിന്ന് വണ്ടി പോകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ വരുന്നവർ ഡാമൊക്കെ കാണാൻ വരുന്നവർ വലിയ വലിയ വണ്ടിയായിട്ട് വന്നിട്ട് ഈ കുഞ്ഞു റോഡിന്റെ സൈഡിൽ റോങ് ആയിട്ട് കൊണ്ട് പാർക്ക് ചെയ്തേക്കുവാണ്. എന്നിട്ട് അവരങ്ങ് പോയേക്കുക. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകാത്ത അവസ്ഥ വരുമ്പോ ഈ വരുന്ന വണ്ടിക്കാർ തമ്മിൽ കൂട്ടടിയ. പിന്നെ ആൾക്കാർ ഇറങ്ങി റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ വണ്ടി റോങ് ആയിട്ട് പാർക്ക് ചെയ്തേക്കോ, ഇതെടുത്ത് മാറ്റാതെ പോകാൻ പറ്റത്തില്ല. ഇതിന്റെ ഡ്രൈവറെ എവിടെ ചെന്ന് ഇറക്കാനാ? അയാളെ എവിടെയൊക്കെയോ പോയി. അതുപോലെ ഒരാളല്ല, ഒരുപാട് പേരാ ഇങ്ങനെ ചെയ്തേക്കുന്ന. അത് കാരണം എത്ര പേരുടെ സമയമാണ്, വിലപ്പെട്ട സമയമാണ് പോയെന്നറിയാം. മണിക്കൂർ കണക്കില്ല കൂട്ടയിടി റോഡിൽ. പിന്നെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഒരാളുടെ അശ്രദ്ധ മൂലം ഒരു ജീവനും പൊലിയാതിരിക്കട്ടെ. ഇവിടെയൊക്കെ എന്തോരം കൂട്ടയിടി ഉണ്ടായെന്നറിയാവോ? അപ്പം ഒരു സ്ഥലത്ത് മാത്രം ഈ കാഴ്ച കേട്ടോ, ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ആയിരുന്നു. അപ്പൊ ഇതിനെതിരായിട്ട് നല്ല നിയമം കൊണ്ടുവരിക. ഗൾഫ് രാജ്യത്തുള്ള ആ ഒരു രീതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക. കാരണം നമ്മുടെ ജീവന് വേണ്ടിയാണ് KB ഗണേഷ് കുമാർ സാർ പറയുന്നത്. അത് നമുക്ക് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുക. ഇതൊക്കെയാണ് കാണേണ്ട കാഴ്ച കേട്ടോ.